Guys, yeah, the video is here. Finally, നമ്മ നാട്ടിലുണ്ട് മുത്തേ അല്ലേ തൃശ്ശൂര്. ഏതാ വർക്കൗട്ട് ഒന്ന് ലെഗ്. ഇന്നൊരു സ്പെഷ്യൽ മൊമെന്റ് ആണ് ഉണ്ടാ. ഗിരീഷ് പ്രീ വർക്കൗട്ട് എടുത്തിട്ടുണ്ടോ? പ്രീ വർക്കൗട്ട് ക്രിയേറ്റീവ്. പക്ഷെ ഗിരീഷിനെ നമ്മൾ നാളായിട്ട് പ്രീ വർക്കൗട്ട് കൊടുക്കാൻ പോവാണ്. എന്തായിരിക്കുന്ന റിയാക്ഷൻ നമുക്ക് ലൈവായിട്ട് ക്യാപ്ചർ ചെയ്യാം. അല്ല ചെക്കൻ്റെ പൈസൊക്കെ സീനായിട്ടാ. അപ്പോ ഇന്ന് അതന്നെ. അപ്പോ ഇത് ആൽവിൻ, മിസ്റ്റർ ആൽവിൻ, ഇത് മിസ്റ്റർ ഗിരീഷ്. സോ വെൽക്കം ടു ദി വ്ലോഗ്. ലെറ്റ്സ് ഗോ. റെഡി ഓക്കെ. അത് കുറച്ച് ഓവറായില്ലോ. എന്തായില്ലേ ആദ്യത്തെ ടേക്ക് കട്ടായി പോയി. എന്തു എടുക്കുന്നത് ആ ടേക്ക്. അത് ഇനി സത്യമായി പറയാം. എന്താ നിന്റെ അഭിപ്രായം? അടിപൊളിയാണ്. ഇത് മറ്റേ വ്ളോഗില് കാണാൻ നമുക്ക് ചെയ്ത് പരിചയില്ലേ. ഇതൊക്കെ ചെയ്ത് പരിചയില്ലാതൊക്കെ പറഞ്ഞോ. ഇനി സത്യം എന്തായിട്ട് പറഞ്ഞോ? നീ എന്നോട് നോക്കി പറഞ്ഞോ. എന്നിട്ട് പൊളി വീട്ടിലുണ്ടപ്പോ അത് പറ. നല്ല പുളിയുണ്ട്. ഏത് ഫ്ലേവറ്? ഫ്രൂട്ട് പഞ്ചാണോ? ഫ്രൂട്ട് പഞ്ച്. നീ പെട്ടെന്ന് കുടിക്കാണ് നമുക്ക് പാസ് ചെയ്യാം. അതെ. ഓക്കെ. മാക്സ്. ഓക്കെ. മൊമെന്റ് ഓഫ് ട്രൂത്ത്. നല്ല പൊള്ളി നോക്കെ. എപ്പടി നല്ല ഇറക്കാ? ഏതാ? ഇത് മറ്റേ ഇമിലി അല്ലേ? ശരിയാട്ടാ. ശരിയടാ. അതന്നെ ടേസ്റ്റ്. നമ്മുടെ മാംഗോ ബൈറ്റ്സിന്റെ അല്ലേ? മാംഗോ ബൈറ്റ്സ് അല്ല, കച്ചാ മാംഗോ. അതിന്റെ ഫ്ലേവറാണ് വരുന്നത്. കറക്റ്റ്. ഇന്ന് കൊരങ്ങനൊന്നുമില്ല. അതിലും കൊരങ്ങനാക്കി. അപ്പൊ ഓക്കെ, നമ്മ എന്നാ പൊളിക്കല്ലേ? മൂട്. എന്താണ് ആദ്യത്തെ ഒരു 5 minutes? എന്താണ് നിന്റെ 5 minutes ആയിട്ടില്ല? നിനക്ക് എന്താണ് എക്സ്പീരിയൻസ് ആഫ്റ്റർ 5 minutes? ചൂടായി വരുന്നുണ്ട്. ചൂടാവാനായിട്ട് മുമ്പ് നമുക്ക് വർക്കൗട്ട് ആക്കിയിട്ട് ഫുൾ ചൂടാക്കി മാക്സ് പവർ. ലെഗ് പ്രസ്, പിന്നെ കാഫ് എക്സ്റ്റൻഷൻ, ബൾഗേറിയൻ സ്പ്ലിറ്റ്, പിന്നെ ഷ്രഗ്സ്, ഡെഡ് ലിഫ്റ്റ്, പിന്നെ ബെൻഡ് ഓവർ റോ ബാർബിൾ, ലാറ്റ് പുൾ ഡൗൺ ആൻഡ് സ്ട്രേറ്റ് ആൻഡ് ലാറ്റ് പുൾ ഡൗൺ, ഷ്രഗ്സ്, അതുപോലെ തന്നെ റിവേഴ്സ്, ഹാങ്ങിങ് ലെഗ് എക്സ്റ്റൻഷൻ, കേബിൾ ക്രൗൺ. Are you ready? Let's go. Okay. നമ്മൾ എക്സാക്ട്ലി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 സെറ്റ് അടിക്കണുള്ളൂ. 2 സെറ്റിൽ ടോട്ടൽ ഫെയിലിയർ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വെയിറ്റ് നമുക്ക് പുട്ട് ഓൺ ചെയ്യാൻ പറ്റും. പുട്ട് ഓൺ ഇൻ ദ സെൻസ് നമുക്ക് കൂടുതൽ കുറവ് ടൈമിൽ കൂടുതൽ നമുക്ക് പൊട്ടൻഷ്യൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് ചെയ്യുന്നത്. ആരെങ്കിലും ഓഫീസിൽ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് രാവിലെ ചെയ്യാൻ പറ്റില്ല. 2 സെറ്റ് ടോട്ടൽ ഫെയിലിയർ, ലെസ് ദാൻ 12 reps നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് എൻ്റെ ഫസ്റ്റ് സെറ്റ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് സെറ്റ് ഏകദേശം ദിസ് ഇസ് ലൈക്ക് 200 kgs. അല്ല
കാലൊക്കെ പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ് guys. ഇന്നലെ നേരെ ബസ്സിൽ നിന്ന് ഇറങ്ങിയത് എവിടെ കാനയിലേക്ക് വിറ്റായി എന്തായാലും. അപ്പൊ ഈ കാല് കാനയിൽ പോയി, ഈ കാല് റോട്ടിൽ കുത്തി. ഇവിടെ ചെറിയൊരു നീയൊക്കെ ഉണ്ട്. കുറച്ച് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് വിഷയമല്ലേ. ഇമ്പോർട്ടൻറ്റ്. ഇത് ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്കോട്ട് ആണ്. ഇത് ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻക്ലൂഡ് ആവുന്ന കോട്ട്സ്, 2 കോട്ട്സും എൻഗേജ് ആവും. അതുപോലെ തന്നെ ചെറുതായിട്ട് കാപ്സ് എൻഗേജ് ആവും. പിന്നെ ഗ്ലൂട്ട്സ്, ഈ 3 മസിൽസാണ് എൻഗേജ് ആവുന്നത്. പോസ്ചർ പറയുകയാണെങ്കിൽ നമ്മുടെ കാല് 90 ഡിഗ്രി, ഈ എൻഡിൽ വന്നിട്ട് 90 ഡിഗ്രിയിൽ ആണ് ഫോം ചെയ്യേണ്ടത്. അവിടുന്ന് വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് എടുക്കാം. വെയിറ്റ് എടുത്തിട്ട് ആദ്യം ചെയ്യുമ്പോൾ വെയിറ്റിൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പോസ്റ്റർ റെഡി ആക്കിയിട്ട് നമുക്ക് വെയിറ്റ് ആഡ് ചെയ്യാം. ഇവിടുന്ന് ഒരു 1 സ്റ്റെപ്പ്, ചെറിയൊരു സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സ്റ്റെപ്പ് ഏത് കാലാണ് ഫ്രണ്ടിലേക്ക് വെക്കുന്നത് ആ കാല് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ബാക്കിലത്തെ കാല് ഇതുപോലെ റെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് പോസ്റ്റർ വരിക. ഇവിടുന്ന് ഗ്ലൂട്ട്സ് സ്ക്യൂസ് ചെയ്യുക ഉള്ളിലേക്ക്, എന്നിട്ട് നമ്മൾ അടിയിലേക്ക് പ്രസ് ചെയ്യണം കേട്ടോ. മാക്സിമം അടിയിലേക്ക് സ്ട്രെച്ച് ആൻഡ് പുഷ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത കാല് സെയിം പോസ്റ്റർക്ക്, മറ്റേ കാല് ബാക്കിലേക്ക് വീണ്ടും. ഓക്കെ, ഒരു ഹാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡംബിൾ ഇങ്ങനെ പിടിക്കുകയാണ് നല്ലത്. ഏത് കാലം ബാക്കിലേക്ക് പോയെന്ന് വെച്ചാൽ ആ കാലിൻ്റെ ഡംബിൾ ഇങ്ങനെ വെച്ചാൽ കുറച്ച് ബാലൻസ് ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ട്രൈ ഇറ്റ് ഔട്ട്. നമ്മുടെ ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്കൗട്ട് കഴിഞ്ഞു. ഇത് 3ാമത്തെ വേരിയേഷനാണ്. ഇത് നമ്മൾ ഹാംസ്ട്രിങ് ആണ് എൻഗേജ് ചെയ്യുന്നത്. ഡെഡ് ലിഫ്റ്റ് ആണ്, ബട്ട് സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ്. ഇത് ഹാംസ്ട്രിങ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം ഷോൾഡർ വിഡ്ത്തിൽ നമ്മൾ ലെഗ് പ്ലേസ് ചെയ്യും. നമ്മൾ സ്ക്യൂസ് ചെയ്തിട്ട് ലിഫ്റ്റ് ചെയ്യും. ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോഴാണ് നമ്മൾ ചേഞ്ചസ് വരിക. നോർമൽ ഡെഡ് ലിഫ്റ്റ് എന്ന് നമ്മൾ നീ അധികം ബെൻഡ് ആക്കില്ല. ഓക്കെ, ഇതാണ് മോശം. ഈ സൈഡിലേക്ക് വന്നു, ഈ സൈഡിലേക്ക്. ഓക്കെ, ഇപ്പോൾ ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മാക്സിമം ഹാംസ്ട്രിങ്സ് എൻഗേജ് ചെയ്യുക ആൻഡ് ലിഫ്റ്റ് അഗൈൻ, എൻഗേജ്, ലിഫ്റ്റ്, ലിഫ്റ്റ്. 6 7 ഓക്കെ, അപ്പോൾ അതാണ് മോശം.
ഒരു തേർഡ് വേരിയേഷൻ. സോ ലെറ്റ്സ് ഗോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ലെഗ് വർക്കൗട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ബാക്ക് സ്റ്റാർട്ട് ചെയ്യും. ബാക്ക് വീൽ സ്റ്റാർട്ട് വിത്ത് ഡെഡ് ലിഫ്റ്റ്. അതാണ് സെയിം 2 സെറ്റ്സ്. മാക്സിമം ഹെവി വെയിറ്റ് ഇട്ടിട്ട്, ഹെവി വെയിറ്റ് എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന വെയിറ്റ്, അല്ലാണ്ട് ഈഗോ ലിഫ്റ്റിംഗ് അല്ല. അപ്പോൾ മാക്സിമം 12 റെപ്പിറ്റേഷൻ അതാണ് നമ്മൾ എയിം ചെയ്യുന്നത്. സോ യാ, കാഫ് എക്സ്റ്റൻഷൻ. ഓക്കെ, അപ്പോൾ ഇനി ഡെഡ് ലിഫ്റ്റിൽ കാണാം. പിന്നെ അതൊന്ന് ശരിയാവണമെങ്കിൽ 2 പെണ്ണുങ്ങളുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഡെഡ് ലിഫ്റ്റ് പോസ്റ്റർ തന്നെ ഫ്ലോറിന് പാരലായിട്ട് നമ്മൾ റോ ചെയ്യുക. റോ ചെയ്യുമ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത് ഈ എൽബോസ് കൂടുതൽ സ്ക്യൂസ് ചെയ്യാനായിട്ട്. ഇതാണ് പോസ്റ്റർ വരിക. സ്ക്യൂസ് ചെയ്യുക, ബാക്ക് ഹോൾഡ് ചെയ്യുക, ആൻഡ് റിലീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ റിലീസ് ചെയ്യുക. എനിക്ക് വർക്കൗട്ട് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി റിലീസ് ചെയ്യുമ്പോൾ ബാക്ക് കുറച്ചുകൂടി, ഈ എൽബോ കുറച്ച് പുറത്തേക്ക് വയ്ക്കുമ്പോൾ ബാക്ക് കുറച്ചും കൂടി വിരിയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്ക്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പോൾ നമ്മൾ വെയിറ്റ് ഓക്കെ. ഗ്രിപ്പ് കുറച്ച് കോൺട്രവേഴ്സിയാണ്. ഈ ചിലവർ പറയും ഈ ഗ്രിപ്പാണ് നല്ലത്. ഞാൻ രണ്ടും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ വർക്കൗട്ടായിട്ട് തോന്നുന്നത് ഈ ഗ്രിപ്പാണ്. അത് ലോക്ക് ചെയ്യുന്ന ഗ്രിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ യൂഷ്വൽ ഹാൻഡ് ഗ്രിപ്പ് അങ്ങനെയാണ് വരാറ്. അതുകൊണ്ട് തന്നെ അതാണ് എനിക്ക് വർക്കൗട്ടായിട്ട് തോന്നാറുള്ളത്. ചിലവർ പറയുന്നുണ്ട് ഈ പിങ്കി ഫിംഗർ വെച്ചിട്ട് പുള്ള് ചെയ്യുമ്പോൾ ബെറ്ററാണ്. പക്ഷേ ട്രൈ ബോത്ത്. ഏതാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് നല്ലത്. സോ സ്ക്യൂസ്, റിലീസ്. സ്ക്യൂസ്, റിലീസ്. അപ്പോൾ അതാണ് ഫോം. ഓക്കെ, ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ എൽബോ ആണ്. എൽബോ എപ്പോഴും ഈ ഒരു ഇതിലായിരിക്കും, ഫ്രണ്ടിൽ നിന്ന്. ഓക്കെ, നമ്മൾ ഈ രീതിയിലാണ് എൽബോ വരേണ്ടത്. നമ്മൾ ഇതിൽ ലോക്കാവണം എൽബോ. അപ്പോൾ നമ്മൾ ഇതിൽ വരുന്നു, സ്ക്യൂസ് ചെയ്യുന്നു, മുകളിലോട്ട് വരുമ്പോൾ മാക്സിമം എൽബോ പുറത്തേക്ക്. എൽബോ മാക്സിമം എത്ര പുറത്തേക്കാവുന്നോ അത്രയും ലാറ്റിലേക്ക് പ്രഷർ വരും. ഈ ഒരു ലെവലിൽ നിന്ന് ആൻഡ് പുഷ്, സ്ക്യൂസ്, സ്ക്യൂസ്. ഓക്കെ, അതാണ് വരി. ഓക്കെ, ഫ്രണ്ടിലോട്ട് ബെൻഡ് ആയിക്കോ. ഓക്കെ, എന്നിട്ട് സ്ക്യൂസ് ചെയ്തോ. ഓക്കെ, ഇത് ഈ ഒരു ബാക്കിൻ്റെ കഷ്ണം ഇതും സ്ക്യൂസ് ചെയ്യുന്നതാണ് മെയിൻ. ഓക്കെ, പൊക്കിലോട്ട് കുറച്ചുകൂടി ബെൻഡ് ആയിക്കോ. അപ്പർ ബോഡി. ഓക്കെ, അല്ല നിൻ്റെ കാല് ഫ്രണ്ടിൽ, ബോഡി കാല് ബാക്ക് കുറച്ചുകൂടി ബാക്കി കൊണ്ട്. ഓക്കെ, ഇനി ബെൻഡ് ആവും കുറച്ചുകൂടി. ഓക്കെ, സ്ക്യൂസ് ചെയ്യും. ഓക്കെ, വിടുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ ബൈക്ക് ഓടിക്കില്ല അതന്നെ. കുറച്ചുകൂടി എൽബോ. അതന്നെ, എൽബോ എപ്പോഴും ആ ഒരു ഇതിലാവണം കേട്ടോ. അപ്പോൾ എൻഗേജ് ആവുള്ളൂ. യെസ്, എപ്പടി എൻഗേജ് ആവണ്ടോ? അപ്പോൾ ഇതാണ് കറക്റ്റ് ഫോം കേട്ടോ. നിങ്ങളുടെ ജിമ്മിൽ ഈ മെഷീൻ ഉണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്യാം. ഇത് ആക്ടിവേറ്റ് ആക്കുന്നത് മെയിൻലി ഈ ഒരു ഏരിയയാണ് ആക്ടിവേറ്റ് ആക്കുന്നത്. അപ്പോൾ ലോവർ ബാക്ക് എന്ന് പറയാം. ഓക്കെ, ആക്ച്വലി അതൊരു കോമ്പറ്റീഷൻ്റെ പ്രിപ്പറിൻ്റെ ടൈമിലൊക്കെ ഒരു ക്രിസ്മസ് ട്രീ ടൈപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ. അത് വരാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ഇനി അതിലെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. കമാ. അപ്പോൾ എൻ്റെ ആംഗിളിൻ്റെ ഇരുന്നോ. ഇരുന്നോ. അങ്ങനെയല്ല, ആ കാലപ്പെടും ബൈക്കിലിരിക്കണവരുന്നു. നീ ബൈക്കിൽ ഇങ്ങനെ ഇരിക്കുക. ഇരുന്നോ. കുറച്ചുകൂടി വെയിറ്റ് ഉള്ള ആളാണെങ്കിൽ ലിമിറ്റ് പോരില്ല. ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ ആൾ മുകളിൽ കൂടെ പോവും. അപ്പോൾ ഇതാണ് വരിക. ഇതാണ് മൂവ്മെൻറ്റ് വരിക കേട്ടോ. അപ്പോൾ മെഷീൻ ഇല്ലാത്തവർക്ക് ഇത് വെച്ചിട്ട് അടിക്കാം.
അടുത്തത് നമുക്ക് ആബ്സ് ആണ്, കോഴ്സ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. എൻ്റെ നമ്മൾ ചെയ്യുന്നത് ലെഗ് റേസസും പിന്നെ കേബിൾ ക്രഞ്ചസ് ആണ് ചെയ്യുന്നത്, സൂപ്പർ സെറ്റ് ആണ് ചെയ്യുന്നത്. ഫെയിലിയർ വരെ ചെയ്യുക, 2 സെറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ജിം ട്രെയിനർ ഓഫ് മാക്സ് പവർ. ഞാൻ മനീഷ് മാക്സ് പവർ ജിമ്മിന്റെ ട്രെയിനർ, അതുപോലെ തന്നെ അത്ലറ്റ് ആണ്. 3 times കോമ്പറ്റീഷൻ ചെയ്തിട്ടുണ്ട്, കേരള, തൃശ്ശൂർ ഓപ്പൺ കേരള ആയിട്ട്. അതുപോലെ തന്നെ IACT ലെവൽ, ഇപ്പോൾ ലെവൽ 5 ട്രെയിനിങ് ഡിപ്ലോമ കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ തൃശ്ശൂര്. അങ്ങനെ കാര്യങ്ങൾ പോകണം. ഇനി മാസ്റ്റർ ചെയ്യണം ന്യൂട്രീഷനില്. അങ്ങനെ എന്റെ ഡ്രീംസ്. ഇനി അടുത്ത കോമ്പറ്റീഷൻസ് ചെയ്യണം. പിന്നെ എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഞങ്ങളുടെ ജിമ്മിലേക്ക് വരുമ്പോൾ. ഇടയ്ക്ക് ഞാൻ വരുമ്പോൾ, നാട്ടിൽ വരുമ്പോൾ ഒരു 3-4 ദിവസം ഉണ്ടാവുള്ളൂ. അപ്പൊ വരുമ്പോ എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവാറുണ്ട്. എന്തായാലും കഴിഞ്ഞ വട്ടം കോമ്പറ്റീഷൻ ടൈമായപ്പോ കോച്ചിങ് കാര്യങ്ങളൊക്കെ ആള് കറക്റ്റ് ചെയ്ത് തന്നു. മെൻസ് ഫിസിക് ആണ് ആളുടെ കോച്ച്, മെൻസ് ഫിസിക് ആണ്. അപ്പൊ ഞാൻ ഇറങ്ങിയത് മെൻസ് ഫിസിക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് പറഞ്ഞൊക്കെ തന്നിട്ടുണ്ടായി കാര്യങ്ങളൊക്കെ. അപ്പൊ അടുത്ത കോമ്പറ്റീഷൻ ലെറ്റ്സ് സീ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നോക്കാം അല്ലേ. അപ്പൊ ആരെങ്കിലും ഈ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ മാക്സ് പവർ ഫിറ്റ്നസ് ഒക്കെ മെഷീൻസ് ഒക്കെ നല്ല മെഷീൻസ് ആണ്. അത്യാവശ്യം നല്ല ഏരിയ ഒക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് വീഡിയോന്റെ അവസാനം ഒരു ടൂർ കാണിച്ചു തന്നിട്ടുള്ളത് എങ്ങനെയാ നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ തന്നെ എടുക്കാൻ. അതെ, ഓക്കെ. അല്ല, നമ്മള് ഒരു പുതിയ വേരിയേഷൻ ആണ്. കഴിഞ്ഞ വട്ടം വന്നപ്പോ ഇവർക്ക് വേറെ വേരിയേഷൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്രാവശ്യം ഈ വട്ടം നമ്മള് ഏതാ ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്കൗട്ട് ട്രൈ ചെയ്തു. അതെങ്ങനെയുണ്ട്? അത് നമ്മള് ഗ്ലൂട്ട്സും അതുപോലെ തന്നെ നമ്മുടെ സ്കോട്ട്സ് ഒക്കെ എൻഗേജ് ആവുന്ന വർക്കൗട്ട് ആണ്. അതന്നെ ബെഞ്ചില് കാല് വെച്ചിട്ട് ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്കൗട്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് പറയുന്ന പോലെ തന്നെ അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അധികം വെയിറ്റ് പോവില്ല, ലൈറ്റ് വെയിറ്റിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല, കോമ്പൗണ്ട് മൂവ്മെന്റ് ആണ്, അതുകൊണ്ട് 1-2 കൂടുതൽ മസിൽസ് നമുക്ക് ആക്ടിവേറ്റ് ആവും അതില്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോ വർക്കൗട്ടൊക്കെ ഉഷാറായി. അപ്പോ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കുക. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ. ഇഫായിട്ട് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ആൻഡ് പുട്ട് ദാറ്റ് ഡൗൺ ഇൻ ദി കമന്റ്സ്. ആൻഡ് അത് നമ്മൾ തിരുപ്പി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കി വ്ളോഗ്സ് എടുക്കുന്നതായിരിക്കും. 3-4 ദിവസം ഞാൻ അവിടെ ഉണ്ട്. എന്തായാലും നാളെ ഓണാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ, ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ആൻഡ് ഏത് മൂഡ്? ഓണം മൂഡ്. അപ്പൊ ഏത് മൂഡ്? ഓണം മൂഡ്. ഞാൻ പറയാം. ഒന്നുകൂടി ഏത് മൂഡ്? ഓണം മൂഡ്. അതന്നെ. അപ്പൊ